ഇരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ നല്ല പ്രകൃതിയെ സ്നേഹിച്ച് പുഴയുടെ സൈഡിലൊക്കെ താമസിച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു, അല്ലെങ്കിൽ അതിനെ വളരെയേറെ സ്നേഹിക്കുന്നവരായിരുന്നു. അങ്ങനെയാണല്ലോ സിന്ധു നദീതട സംസ്കാരമൊക്കെ ഇന്ത്യയിലുണ്ടായത്. ആ പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് തന്നെ ഉള്ളെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. അതെ, അങ്ങനെ പുഴയെയും നദികളെയും നദീതടങ്ങളെയൊക്കെ സ്നേഹിച്ച മനുഷ്യന് ഇന്ന് നദികളെയും വെള്ളത്തെയും മഴയെയും ഒക്കെ പേടിയായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? കാലാവസ്ഥയുടെ മാറ്റം നമ്മളെ വളരെയേറെ പ്രയാസപ്പെടുത്തുകയാണ്. ഞാനിത് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും മനുഷ്യന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 50-60 കൊല്ലം മുമ്പ് മനുഷ്യൻ്റെ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു. അതെ, നമ്മുടെ കേരളത്തിൽ പോലും അത് അടിയാന്മാരും ഉടയവന്മാരും ഒക്കെ ആയിരുന്ന മനുഷ്യർ പല വിഭാഗങ്ങളായി ജാതി തിരിഞ്ഞ് വിവേചനത്തോടെയൊക്കെ ഇടപെട്ട കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊക്കെ അതിനൊക്കെ വളരെ മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്ത 2-3 വിഷയം. ഒന്ന്, ആത്മഹത്യാ നിരക്കാണ്. ആത്മഹത്യാ നിരക്കിൽ കേരളത്തിൽ മാറ്റം വരുന്നില്ല, ഇന്ത്യയിൽ മാറ്റം വരുന്നില്ല. ഇതാ പറയപ്പെടുന്നത് കേരളത്തിൽ ഒരു ദിവസം 40 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് ശരാശരി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സത്യമെങ്കിൽ, ആ കണക്കുകളൊക്കെ സത്യമെങ്കിൽ എത്രയോ ഭയങ്കരമാണ് ഈ കാര്യങ്ങളൊക്കെ. അതെ, എന്താണ് മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ കാരണം? മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ അവൻ തകർന്നു പോകുകയാണ്. അതെ, അത് അങ്ങനെ എന്ത് സംഭവിക്കും? ഇങ്ങനെ തകർന്നു പോകുന്ന മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാകുന്നു. പരിണത ഫലമോ കുടുംബ തകർച്ചയും സാമൂഹിക തിന്മകളും ലൈംഗിക അരാജകത്വവും അങ്ങനെ അനേകം പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ്. സ്ഥിരമായ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉള്ളെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു രോഗമാകട്ടെ, മാനസികമായൊരു ക്ഷീണമാകട്ടെ, പ്രയാസമാകട്ടെ, ഒരു കുടുംബ തകർച്ചയുള്ള ബന്ധത്തിലായിരിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളുടെ പ്രശ്നത്തിന് തരുന്ന ഒരു ശൈലിയെ അല്ലെങ്കിൽ ഒരു മാർഗത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ പുസ്തകം ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിളാണ്. ബൈബിൾ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതും ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് അച്ചടിക്കപ്പെട്ടിട്ടുള്ളതുമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുമാത്രമല്ല, അനേകം മനുഷ്യരെ എന്ന് പറഞ്ഞാൽ അത് വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഒരു പരിധിവരെയെങ്കിലും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ തിരുമൊഴികൾ അടങ്ങിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഭയപ്പെട്ടിരിക്കുന്നവനോട് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. രോഗിയോട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, മനുഷ്യൻ്റെ കാലഘട്ടത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു മറുപടി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, ചരിത്രത്തെ തെളിയിച്ച, ചരിത്ര സംഭവങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യൻ്റെ സമാധാനത്തിനുള്ള മാർഗത്തെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് ഞങ്ങൾ വേഗം പിൻവാങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്ന ഒരു കാര്യം, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്ര എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഈ ലോകത്ത് ജനിച്ചു വീണ ഏത് മനുഷ്യനും ഒരു അവസാനമുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ മരിക്കും. മരിക്കാത്ത ഒരു ദേഹിയും ഈ ലോകത്തില്ല. എല്ലാവരും മരിക്കും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മൾ ഓരോരുത്തരും മരിക്കും. മരണമെത്താത്ത വീടില്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ആ സമ്പന്നൻ്റെ വീട്ടിലും ഒരു ദിവസം മരണമെത്തും. അതെന്നാണെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണമില്ലാത്ത ഭവനമില്ല, മരണം
വരാത്ത വ്യക്തികളില്ല. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അപ്പോൾ ഒരു സംശയം, വേദപുസ്തകം ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മരണാനന്തരം ഒരു ജീവിതം മനുഷ്യനുണ്ട്. അതെ, മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അത് എങ്ങനെയാണ് ബൈബിൾ പറയുന്നത്? കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും, അതായത് മരിച്ച് അടക്കപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായി, ചിലർ ജീവനായും ചിലർ മരണത്തിനായും അല്ലെങ്കിൽ ന്യായവിധിക്കായും പുനരുദ്ധാരണം ചെയ്യുന്ന നാഴിക വരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് മനുഷ്യൻ മരിക്കുകയും എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ ശബ്ദത്തെങ്കിലും ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളുടെ ന്യായവിധി അനുഭവിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഞാൻ പറഞ്ഞത് അതെ, നമുക്കെല്ലാവർക്കും പ്രത്യാശയുള്ള ഒരു വാക്കാണ് മരണാനന്തരം ഒരു ജീവിതം നമുക്കുണ്ട് എന്നത്. അതെ, മരണാനന്തര ജീവിതം സുഖകരമാക്കുവാൻ, മരിച്ച ശേഷമുള്ള നമ്മുടെ ജീവിതം സ്വർഗത്തിൽ തന്നെ ആകുവാൻ വിശുദ്ധ ബൈബിൾ ഒരു വഴി പറയുന്നു. ആ വഴി ഇങ്ങനെയാണ്. ഞാൻ പരിചയപ്പെടുത്തിയ ബൈബിളിൻ്റെ പുതിയ നിയമ പുസ്തകത്തിൽ 4-ാം പുസ്തകമായ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ അവനെ കൈക്കൊള്ളുന്നവന് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ പറയുന്നു നമുക്ക് ദൈവമക്കളായി തീരാൻ സാധിക്കും, ഒരു ദൈവ പൈതലായി തീരാൻ സാധിക്കും. ഒരു ദൈവ പൈതലായി തീർന്നാൽ എന്താ ഗുണമെന്നറിയാമോ? നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം ചായ ഉണ്ടാക്കി നോക്കിയിരിക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിൽ വരും. ഇതുപോലെ ദൈവത്തിൻ്റെ മക്കൾ മരണശേഷം ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ എത്തിച്ചേരും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വിശുദ്ധ ബൈബിൾ ഒരു മാർഗം പറയുന്നു. ആ മാർഗം ഇതാണ്. അത് പ്രവൃത്തിയാലല്ല, നമ്മുടെ പുണ്യത്താലുമല്ല, മറിച്ച് 2000 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ ആ ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ച് അവസാനം കാൽവരിക്കുന്നിൽ തൻ്റെ ശരീരം ഒരു യാഗമായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് ഒരു യാഗമായി തീർന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു. ആരാണോ യേശുക്രിസ്തുവിൽ ചെയ്ത ഈ പ്രവൃത്തിയിൽ വിശ്വസിച്ച് യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, ഞാനൊരു പാപിയാണ്, എനിക്ക് മരണശേഷം ഒരു നിത്യജീവൻ ആവശ്യമുണ്ടെന്ന് കരുതുകയും വിശ്വസിക്കുകയും ആ യേശുവിൽ ആശ്രയിക്കുകയും അവൻ്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുവാൻ ഇടയാകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ വിഷയം നിത്യജീവനാണ്. നിത്യജീവൻ മാത്രമല്ല യേശു നമുക്ക് തരുന്നത്, മറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയട്ടെ, നിങ്ങളൊരു രോഗിയാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുന്ന ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുകയാണ്, ആത്മഹത്യ മാത്രമേ നിങ്ങളുടെ മുന്നിൽ വഴിയുള്ളെങ്കിൽ ഇതാ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ പ്രാപ്തനായ ഒരു ദൈവമാണ്. അതെ, നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ 2 കാര്യം നിങ്ങളോട് പറഞ്ഞു. ഒന്ന് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ തുറന്ന് വായിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദയവായി നിങ്ങൾക്കൊരു ബൈബിൾ സ്വന്തമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളൊരു ബൈബിൾ നിങ്ങൾക്ക് തരാം. ഒരു ബൈബിൾ നിങ്ങൾ വായിച്ച് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ തരാം. നിങ്ങളത് തുറന്ന് വായിച്ച് നിങ്ങൾ നിത്യജീവൻ അവകാശികളാകണം. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ പൈതലായി സ്വർഗത്തിന് അവകാശികളാകണം. മൂന്നാമതൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും മാനസികമായോ ശാരീരികമായോ രോഗത്താലോ നിങ്ങളുടെ കുടുംബ പ്രശ്നത്താലോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തയാലോ കടഭാരത്താലോ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേട്ട നിങ്ങൾ, കർത്താവായ യേശുവേ എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, നീ എന്നോടൊപ്പം വരണമേ എന്ന് പറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അതേ യേശു നിങ്ങളെ വിടുവിപ്പാൻ
ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ മനുഷ്യന് രക്ഷയില്ല. യേശുവെന്ന നാമത്താൽ മാത്രമാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കുമുള്ള രക്ഷ, വിടുതൽ ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനും രക്ഷ അനുഭവിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 10-20 മിനിറ്റ് നീണ്ടു നിന്ന